ജോഷുവ 1:1 മുതൽ കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. കണ്ടോ, പ്രോമിസ് നമ്പർ 1, വാഗ്ദാനം 1, നിങ്ങൾ കാലുകുത്തുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ദൈവത്തിന്റെ ശക്തമായ നിയന്ത്രണം ഉണ്ടാവും. അവിടെ പിശാച് പറയുന്നതല്ല നടക്കാൻ പോകുന്നത്, ദൈവം പറയുന്നതാണ്. അവിടുത്തെ അധികാരി ദൈവമായിരിക്കും. അവിടെ ദൈവത്തിൻ്റെതായിട്ട് മാറും, ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറും. മനസ്സിലായോ? കടബാധ്യത. ചില സ്ഥലങ്ങളിൽ പോയി താമസിച്ചാൽ കടം കയറി നശിക്കുന്നു. ചില സ്ഥലങ്ങളില് വഴക്ക്, ചില സ്ഥലങ്ങളില് മദ്യപാനം, ചില സ്ഥലങ്ങളില് മയക്കുമരുന്നിന്റെ ഉപയോഗം, ചില സ്ഥലങ്ങളില് ആത്മഹത്യ, ചിലയിടത്ത് അകാല മരണം, ചിലയിടത്ത് അപകടങ്ങള്, ചിലയിടത്ത് എത്ര അധ്വാനിച്ചാലും ജീവിതത്തിന് പുരോഗതിയില്ല. അവിടെ എല്ലാം എന്താണ്? അവിടെ ദൈവമല്ല അധികാരം. ആരാണ്? അവിടെ പിശാച് ഭരണം നടത്തുകയാണ്. വചനം പറയുകയാണ്, ആരും വേണ്ട, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ എക്സോർസിസ്റ്റിനെ, ഏറ്റവും വലിയ പിശാച് പിടുത്തക്കാരനെ കൊണ്ടുവന്ന് ബഹിഷ്കരിക്കാൻ പോകണ്ട. പറയുകയാണ്, നീ കാലുകുത്തിയാൽ ആ ദേശം ഞാൻ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് നിനക്ക് തരും. മനസ്സിലായോ? നീ കാലുകുത്തിയ പ്രോമിസ് നമ്പർ 1. വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം. അതായത് നീ കാലുകുത്തിയാൽ ആ ദേശം ദൈവത്തിൻ്റെതായിട്ട് മാറും. അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അപ്പൊ അതാണ് പറയുന്നത്, മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും.